بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى وسلام على عباده الذين اصطفى وآل كل والصحابة ومن اقتفى. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكة والروح فيها بإذن تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, വളരെ മഹത്തായ റബീഉൽ അവ്വൽ 12-ാം രാവിലാണ് നമ്മളുള്ളത്. അപ്പം ഇന്ന് പല തരത്തിലുള്ള തിരക്കും ധൃതിയൊക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ ക്ലാസ് ഒഴിവാക്കേണ്ടതില്ല എന്ന് വെച്ച് തന്നെയാണ് ഇന്ന് വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവിടുത്തെ മുഹബ്ബീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അവരോടൊപ്പം സ്വർഗം പോയി റബ്ബിൻ്റെ ലിഖാ കാണാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം നടന്നത് ചരിത്രമല്ലേ, സ്വാഭാവികമായും ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. അതൊരു പുതുമയല്ല. അഭിപ്രായ ഭിന്നതയുണ്ടോ എന്നതല്ല പ്രശ്നം. അതിൽ കൃത്യമായും പ്രബലമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക എന്നതാണ് ചരിത്രത്തിലൊക്കെയുള്ള ശൈലി. ഇവിടെ മൗലിദിനെയും റബീഉൽ അവ്വൽ 12-നെയും പ്രത്യേകം അവമതിക്കുന്ന ചില ആളുകൾ ഉണ്ടാക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. റബീഉൽ അവ്വലിലാണോ നബി തങ്ങൾ ജനിച്ചത് അല്ലേ എന്നതിൽ തന്നെ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് തന്നെ റമദാനിലാണോ, സഫറിലാണോ, ദുൽഹജ്ജിലാണോ, ഇങ്ങനെയൊക്കെ അഭിപ്രായം. ഇനി റബീഉൽ അവ്വലിലാണെന്ന് വന്നാൽ തന്നെ അത് 8-നാണോ, 2-നാണോ, 9-നാണോ, 12-നാണോ, 17-നാണോ, 19-നാണോ, ഇങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസം. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഇതിന് ഇസ്ലാമിലൊരു പ്രാധാന്യവും പ്രത്യേകതയും ഇല്ല എന്ന്. കേൾക്കുമ്പോൾ ഞമ്മക്കും തോന്നും പറഞ്ഞതുപോലെ തന്നെ അല്ലേ, ഇത്ര വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണെങ്കിൽ അതിന് കൃത്യമായ ഡേറ്റ് അറിയില്ലേ അല്ലേ, ഞമ്മക്കും തോന്നില്ലേ? എന്നാൽ ഒരു വിവരവും ഇല്ലാഞ്ഞിട്ട് തോന്നുകയാണത്. ഇസ്ലാമിൽ ഖുർആനിൽ പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനമായ രാത്രിയായിട്ട് എണ്ണിയത് ലൈലത്തുൽ ഖദറിനെയാണ്. തർക്കില്ലല്ലോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദരി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. എന്തുമാത്രം മഹത്തരമാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ എന്ന ഒരൊറ്റ രാവ് ലൈലത്തുൽ ഖദറില്ലാത്ത 1000 രാവിനേക്കാൾ മഹത്തരമാണ്, 1000 മാസത്തേക്കാൾ മഹത്തരമാണ്. അഥവാ 83 കൊല്ലവും 3 മാസവും കൂടിയതിനേക്കാൾ കൂടുതൽ മഹത്വമേറിയതാണ് ഈ ഒരൊറ്റ രാത്രി. എന്താ അതിന്റെ പ്രത്യേകത? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. റബ്ബിന്റെ ആജ്ഞാനുസാരം ലക്ഷക്കണക്കായ മലായികത്തും റൂഹും അന്ന് ഭൗതിക ലോകത്തേക്ക് ഇറങ്ങി വരും. എന്നാ നമ്മൾക്ക് തിരിച്ച് അങ്ങോട്ടൊന്ന് ചോദിക്കാം. നമ്മളിപ്പോഴും ഈ ഖബറാളികളെ പോലെ ഓല് ചോദിക്കുക നമ്മൾ പറയാന്നുള്ള മദ്ഹബൊന്ന് മാറ്റിയിട്ട് എന്താ പിന്നെ നമ്മക്കൊന്ന് അങ്ങോട്ട് ചോദിച്ചൂടെ? ലൈലത്തുൽ ഖദർ ഏറ്റവും പുണ്യമുള്ള രാത്രിയാണ് എന്നുള്ളതിൽ മുസ്ലിങ്ങൾക്ക് ആർക്കെങ്കിലും തർക്കമുണ്ടോ? അത് മഹത്തരമാണ് എന്ന കാര്യത്തിൽ മുസ്ലിംകൾക്ക് ആർക്കെങ്കിലും ഭിന്നതയുണ്ടോ? ഇല്ലെങ്കിൽ എന്നാ ലൈലത്തുൽ ഖദർ പറയും നിങ്ങൾ. എന്നാ ലൈലത്തുൽ ഖദർ
ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ വമ്പന്മാരായ ഉലമാക്കൾ പറഞ്ഞത് ഒരു കൊല്ലം ശ്രമിച്ചാൽ അതിൽപ്പെട്ട ഏതോ ഒരു ദിവസം ഉണ്ടാവുന്ന. റമളാനെന്നോ ശവ്വാലെന്നോ റബീഉൽ അവ്വലെന്നോ ഒന്നും പറയാൻ പറ്റൂല. ഒരു കൊല്ലം 365 ദിവസം ശ്രമിച്ചാൽ അതിൽപ്പെട്ട ഏതെങ്കിലും രാവുണ്ടാവും. വേറെ ചിലർ പറഞ്ഞു ഷഅബാൻ 15 അന്നാണ് ലൈലത്തുൽ ഖദ്ർ. മറ്റു ചില ഉലമാക്കൾ പറഞ്ഞു റജബ് 27 ലൈലത്തുൽ ഖദ്ർ. എന്നാൽ കൂടുതൽ പ്രശസ്തമായ അഭിപ്രായം റമളാനിലാണ് എന്നാ. എന്നാൽ റമളാൻ എന്നാ? റമളാനിലെ ഏത് രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ പറയും? ഇന്നും ലോകത്ത് ഒരാൾക്കും കൃത്യമായി ഇന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് തീർത്തു പറയാൻ യാതൊരു നിവൃത്തിയില്ല. കൂടുതൽ സാധ്യതയുള്ളത് പ്രശസ്തമായ ഹദീസുകളിൽ പറഞ്ഞത് റമളാനിലെ ഒടുവിലെ 10 കൂടുതൽ സാധ്യത. ആ ഒടുവിലെ 10 തന്നെ ഒറ്റയിട്ട രാവുകളിലാവാം. 21 രാവാം, 23 25 27 29 അതാണ് കൂടുതൽ സാധ്യത. 22 ആയിക്കൂടായില്ല, 24 ആയിക്കൂടാന്നില്ല, 26 പറ്റൂല എന്നില്ല, 30 ആയിക്കൂടാന്നില്ല. എന്നാ പിന്നെ ലൈലത്തുൽ ഖദ്റിന് ഒരു തലയില്ല എന്നല്ല നിങ്ങൾ പറയേണ്ടത്. എന്നാൽ അതിൽ പ്രശസ്തമായ അഭിപ്രായം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടത് 23 രാവോ അല്ലെങ്കിൽ 21 രാവോ ആവുന്ന. പക്ഷേ മുസ്ലിം ലോകത്തെ മഹാഭൂരിപക്ഷവും 27 രാവായിട്ടാണ് പരിഗണിക്കുന്നത്. അത് അവൽ മശൂർ ഇൻദൽ മുസ്ലിമീന ലൈലത്തുൽ സാബി വൽ ഇശ്രീൻ. മുസ്ലിം ലോകത്ത് പ്രസിദ്ധമായ അഭിപ്രായം 27. ഇപ്പൊ ഈ ദിവസം കൃത്യമായി നിർണയിക്കാൻ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ഇല്ല എന്നോ ലൈലത്തുൽ ഖദ്റിന് മഹത്വമില്ല എന്നോ പറയാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ലെങ്കിൽ അത് തന്നെ ലൈലത്തുൽ മൗലിദിനും പറയാനുള്ളത്. ലൈലത്തുൽ മൗലിദ് മഹത്തരമാണെന്നും പുണ്യമേറിയതാണെന്നും അത് വളരെ ഉമ്മത്തിനെ സംബന്ധിച്ചും സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ചും അങ്ങേയറ്റം മഹത്തായതാണെന്നും ഒക്കെ ശരിയാണ്. ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും പ്രശസ്തമായ അഭിപ്രായം റബീഉൽ അവ്വലിൽ തന്നെയെന്ന ഏകദേശം ഇജ്മാ ഉണ്ട് എന്ന് വരെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു റബീഉൽ അവ്വലാണ്. എന്നാ റബീഉൽ അവ്വലാണെങ്കിൽ ചരിത്രപരമായി കൂടുതൽ പ്രബലമായത് 8 അസ്തമിച്ച 9 രാവാണ് എന്നാണ്. അങ്ങനെയാണ് പ്രബലമായ ചരിത്രരേഖകളൊക്കെ നമ്മോട് സംസാരിക്കുന്നത്. 8 കഴിഞ്ഞ 9 രാവ് ഫജ്റിന്റെ മുമ്പ്, അല്ലെങ്കിൽ ഫജ്ർ കഴിഞ്ഞ ഉടനെ സൂര്യോദയത്തിന്റെ മുമ്പ്. പക്ഷേ വൽ മഷ്ഹൂറു ബൈനൽ മുസ്ലിമീന الثاني عشر من ربيع الأول. ഇമാം ഖസ്തല്ലാനി തന്റെ മവാഹിബുൽ ലദുന്നിയയിൽ പറയാണ്, ഇങ്ങനെയൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിലും മുസ്ലിം ലോകത്ത് ഏറ്റവും പ്രശസ്തമായ അഭിപ്രായം 12. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ പോലെ തന്നെ നമ്മൾ കാണുന്നത് റബീഉൽ അവ്വൽ എന്നും ആവാം, അല്ലാത്തപ്പോഴും ആവാം എന്ന അഭിപ്രായം പറഞ്ഞെങ്കിലും റബീഉൽ അവ്വൽ എപ്പോഴും ആവാം. റബീഉൽ അവ്വലിൽ 9 അതല്ലെങ്കിൽ 12 ആണ് എന്ന അഭിപ്രായമാണ് കൂടുതൽ പ്രശസ്തം. അതുകൊണ്ട് ലോകത്ത് ചക്രവർത്തിമാർ ഔദ്യോഗികമായ ഒരു രാഷ്ട്രീയത്തിന്റെ ഔദ്യോഗിക ആഘോഷമായി മൗലിദ് കൊണ്ടാടിയ മഹാനാണ് അൽ മലിക്കുൽ മുളഫർ എന്ന് പറയുന്ന മഹാനായ ജ്ഞാനിയും ഭക്തനും സൂഫിയുമായ മലിക്കുൽ മുളഫറാണ് രാജകീയമായി ഒരു രാജ്യത്തിന്റെ ഔദ്യോഗികമായ ആഘോഷമായി ലൈലത്തുൽ മൗലിദ് കൊണ്ടാടിയ മഹാൻ. അദ്ദേഹം ഇതുകൊണ്ട് തന്നെ ഒരു വർഷം 12 അടുത്ത വർഷം 9, പിറ്റത്തെ വർഷം 12, പിറ്റത്തെ വർഷം 9, ഇങ്ങനെ അവരാണ്. ഈ 2 അഭിപ്രായങ്ങളാണ് അതിൽ ഏറ്റവും പ്രശസ്തമായ അഭിപ്രായം. പക്ഷേ ലോകത്ത് മഷ്ഹൂർ എന്ന് മാത്രമല്ല, മുസ്ലിം ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഇബ്നു ഇസ്ഹാഖ്, ഹദീസിൽ അന്നനത്തിട്ടാ സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂല നമുക്ക് അഭിപ്രായമുണ്ട്, കുട്ടികൾക്ക് അറിയാം. പക്ഷെ താരീഖിൽ ചരിത്ര വിഷയത്തിൽ മുസ്ലിം ലോക ചരിത്ര പണ്ഡിതന്മാരുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആളാണ് ഇബ്നു ഇസ്ഹാഖ്.
ഇബ്നു ഇസ്ഹാഖ് അഭിപ്രായ വ്യത്യാസമല്ല, തീർത്തു പറഞ്ഞത് 12 തന്നെയാണ്. അപ്പോ ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നതുകൊണ്ട് അതിനൊരു പ്രത്യേകത ഇല്ലാന്നോ, അതിന് ഇസ്ലാമിന് പ്രത്യേക സ്ഥാനം ഇല്ലാന്നോ വിവരമില്ലാത്ത ഏതെങ്കിലും മുബ്തദികൾ പറയുകയാണെങ്കിൽ അവരോട് തിരിച്ചു ചോദിക്കാനുള്ളത് ലൈലത്തുൽ ഖദ്റാണ്. ഇനി അതല്ല വിഷയം. ലൈലത്തുൽ ഖദ്റും ഞാൻ നീട്ടി പറഞ്ഞു പോവുകയല്ല. ലൈലത്തുൽ ഖദ്റും അതോടുകൂടി ലൈലത്തുൽ മൗലിദും തമ്മിൽ ഏതാ കൂടുതൽ വാത്തരം? ഒരു വിഷയമാണല്ലോ. ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ചോദിച്ചതിന് മഹാനവർകൾ പറഞ്ഞ മറുപടി മാത്രം, ഞാൻ എൻ്റെ അഭിപ്രായം ഒന്നും പറയുന്നില്ല. ഇമാം ഖസ്തല്ലാനി തന്നോട് ചോദ്യം വന്ന ചോദ്യത്തിന് മറുപടിയായി പറയുകയും പണ്ഡിതന്മാർ പറഞ്ഞതായി ഉദ്ധരിക്കുകയും ചെയ്തത് ഇദാ ഖുൽനാ ബിഅന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം വുലിദ ലൈലൻ, സുബഹിന് ശേഷമാണോ എന്നൊരു അഭിപ്രായം ഉണ്ട്. എന്നാൽ പ്രശസ്തമായ അഭിപ്രായം രാത്രിയാണെന്ന. രാത്രിയാണ് ജനിച്ചത് എന്ന് വന്നാൽ ഫഇന്നമാ അഫ്ളലു ലൈലത്തുൽ ഖദ്രി ഫഅയ്യുഹുമാ അഫ്ളലു ലൈലത്തുൽ ഖദ്രി അം ലൈലത്തു മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9-ാം രാവ് അതല്ലെങ്കിൽ 12-ാം രാവ് ഫജ്റിന് മുമ്പാണ് ജനിച്ചതെങ്കിൽ ലൈലത്തുൽ ഖദ്റാണോ മഹത്തരം, അല്ല തങ്ങൾ ജനിച്ച ലൈലത്തുൽ മൗലിദാണോ കൂടുതൽ മഹത്വമുള്ളത് എന്ന് ചോദിച്ചാൽ അതിന് ഉജീബ ബിഅന്ന ലൈലത്തുൽ മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ളലു മിൻ ലൈലത്തുൽ ഖദ്ർ മിൻ 3 വുജൂഹ്. 3 നിലക്ക് നോക്കുമ്പോൾ ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്തായത് ലൈലത്തുൽ മൗലിദാണ്. ഈ 3 നിലക്കും ലൈലത്തുൽ മൗലിദിനാണ് കൂടുതൽ സ്ഥാനം. എന്താണത്? ഒന്നാമത്തേത്, ലൈലത്തുൽ ഖദ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഖുർആൻ ഇറങ്ങി എന്നതും അതുപോലെ തന്നെ മലായിക്കത്ത് ഇറങ്ങുന്നു. തനസ്സുലുൽ മലായിക്കത്തു വറൂഹു ഫിഹാ എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്. ബഹുമാനപ്പെട്ട മലായിക്കത്തും അവരിൽപ്പെട്ട പ്രത്യേക വിഭാഗം റൂഹ്, അതല്ലെങ്കിൽ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. എന്നാൽ ലൈലത്തുൽ മൗലിദിൽ ഇറങ്ങുന്ന ആരാ? അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ ബരിയ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനപ്പെട്ടവരാണ്. തങ്ങളാണെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ജിബ്രീലിനേക്കാളും മലായിക്കത്തിനേക്കാളും വലുതാണ്. ഈ തങ്ങൾക്ക് കൊടുക്കപ്പെട്ട ഒരു മഹത്വമാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് ലൈലത്തുൽ ഖദ്റിന് ഇത്രയും സ്ഥാനം കിട്ടിയെങ്കിൽ ഈ ഖുർആൻ ഇറക്കപ്പെട്ട നബി തങ്ങൾ ഈ ലോകത്ത് വന്നതിന് അതിനേക്കാൾ സ്ഥാനം വേണം. ഒന്ന്. രണ്ടാമത്തേത്, ലൈലത്തുൽ ഖദ്ർ ശറഫത്ത് ബിനുസൂലിൽ മലായികത്തി ഫീഹി വലൈലത്തുൽ മൗലിദി ശറഫത്ത് ബിളുഹൂരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദ്ർ ഒന്നാമത്തേത് നബി തങ്ങൾ വന്ന ദിവസമാണ്. ലൈലത്തുൽ ഖദ്ർ പറഞ്ഞാൽ നബി തങ്ങൾക്ക് അള്ളാഹു ഒരുപാട് മഹത്വങ്ങൾ കൊടുത്ത കൂട്ടത്തിൽപ്പെട്ട ഒരു മഹത്വം മാത്രമാണ് ലൈലത്തുൽ ഖദ്ർ. നബി തങ്ങൾ ഉള്ളത് കൊണ്ടാണ് ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ് എന്ന പ്രസിദ്ധമായ ഹദീസ് നമുക്ക് സുപരിചിതമാണ്. തിരുനബി തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ലോകത്ത് ഒരു സൃഷ്ടിയും തന്നെ സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല. സർവ്വ സൃഷ്ടികളുടെയും സയ്യിദായ, സർവ്വത്തിനും കാരണക്കാരനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലൈലത്തുൽ മൗലിദിൽ വരുന്നത്. അതേ സമയത്ത് ലൈലത്തുൽ ഖദ്റോ നബി തങ്ങൾക്ക് കൊടുത്ത മഹത്വങ്ങളിൽപ്പെട്ട കേവലം ഒരു മഹത്വമാണ്. ആകെയുള്ള നബി തങ്ങളുടെ സ്ഥാനത്ത് അതിൽപ്പെട്ട ഒരു മഹത്വം വരില്ല. മറ്റൊന്ന്, ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ ഇറങ്ങി, മലായിക്കത്ത് ഇറങ്ങി. ഇവരുടെയൊക്കെ സയ്യിദായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലൈലത്തുൽ മൗലിദിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 നിലക്കും മൂന്നാമത്തേത് ലൈലത്തുൽ ഖദ്ർ വഖഅത് തഫളലു ഫിഹാ അലാ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാം തൊട്ട് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം വരെയുള്ള അമ്പിയാക്കന്മാരുടെ ഉമ്മത്തിന് അങ്ങനെ ഒരു ഫളീലത്തും അത്രയ്ക്കില്ല. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് മാത്രമുള്ള ഫളീലത്താ. അതേ സമയത്ത് നബി തങ്ങളാണെങ്കിലോ ലൈലത്തുൽ മൗലിദ് ഷരീഫ് വഖഅ ശറഫു ജമീഅൽ മൗജൂദാത്ത്, മനുഷ്യർക്ക് എന്ന് മാത്രമല്ല തിരുനബി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഉമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സകല സൃഷ്ടികളും. ആലം എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത എല്ലാം, അല്ലാഹു അല്ലാത്ത ആകാശവും ഭൂമിയും സ്വർഗവും നരകവും മലായിക്കത്തും ജിന്നും ഇൻസും ഉൾപ്പെടെയുള്ള സകല സൃഷ്ടികൾക്കും റഹ്മത്തായി വന്ന നബി തങ്ങളാൽ ലൈലത്തുൽ ഖദ്റിന്റെ ഫളീലത്ത്
ഉമ്മത്ത് മുഹമ്മദീയത്തിന് മാത്രം ഖാസാണെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തായ സർവ്വകാലത്തിനും റഹ്മത്തായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഗുണകരവും ഫലപ്രദവുമാവുന്നത് നബി തങ്ങളുടെ ജന്മം കൊണ്ടാണ്. ഇങ്ങനെ 3 കാരണങ്ങളാൽ അന്നത്തെ ആ രാത്രിക്ക് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയേക്കാൾ മഹത്വമുണ്ട്. അത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന് ഇബ്നു ഇസ്ഹാഖ് തീർത്തു പറയുന്നു. ചരിത്ര പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷവും അഭിപ്രായം പറയുന്നു. അല്ലെങ്കിൽ 9, രണ്ടായാലും വേണ്ടിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസത്തിന് തന്നെ ഖുർആൻ ഇറങ്ങിയ ലൈലത്തുൽ ഖദ്റിലാണെങ്കിൽ റമളാൻ മൊത്തം അല്ലാഹു തആല പറയുന്നത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ ആദ്യം മുതൽ അവസാനം വരെ വളരെയേറെ പുണ്യമേറിയതും മഹത്തരവുമായത് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ ഒരു രാത്രിയിൽ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ്. എന്നതുപോലെ റബീഉൽ അവ്വലിന്റെ ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊണ്ടതുകൊണ്ട് ആ മാസം മുഴുക്കയും മഹത്വമേറിയതായി. ഈ ജന്മസമയത്ത് ഇന്നലെ നമ്മൾ 10 അത്ഭുതങ്ങൾ എണ്ണി പറഞ്ഞു. ഇനി അത് നീട്ടുന്നില്ല. എങ്കിലും അതിൽപ്പെട്ട ഒരു സംഭവമാണ് മശ്രിഖ് മഗ്രിബിടയിൽ ഉണ്ടായിരുന്ന ബിംബങ്ങളൊക്കെ അവസ്ഥ മാറുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് തലകുത്തി വേണം. അനിശ്ചിതമായ സംഭവമാണ്. അക്കൂട്ടത്തിൽ ഞാൻ എടുത്തു പറയാൻ കാരണം പലർക്കും സംശയം ഉണ്ടാകുന്നതുകൊണ്ടാണ്. മങ്കൂസ് മൗലിദ്, പ്രസിദ്ധമായ മങ്കൂസ് മൗലിദിൽ മുബ്തദിഈങ്ങൾ ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട്. അയാ സനമല്ലൈദില്ലദീ സഫഹഉലഹു സ്വലാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക കുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹ്ബി എന്ന് പറയുന്ന കവിത ബിംബത്തെ വിളിച്ച് സഹായം തേടുന്ന കവിതയാണ്. അതിന് എന്നിട്ട് ഈ സുന്നികള് മൗലായ സല്ലി വസല്ലിം എന്ന് പറഞ്ഞിട്ട് ജവാബ് പറയും. ഇറ്റങ്ങൾക്ക് വല്ല കഥയുണ്ടാവും? പറയുന്ന ആൾക്ക് ഒരു കഥയില്ല, കഥ ഇല്ല എന്നുള്ള കഥയില്ല. അതാണ് വിഷയം. എന്താണ് ഈ സംഭവം? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് ഭൂമുഖത്തുള്ള എല്ലാ ആരാധ്യ വസ്തുക്കളായി പൂജിച്ചു പോന്നിരുന്ന ബിംബങ്ങൾ തലകുത്തി വീണ കൂട്ടത്തിൽ യാദർച്ഛികമായി അന്ന് മക്കയിലെ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളുടെ ഉത്സവം നടക്കുന്ന അവസ്ഥ. അന്നൊരു ഉത്സവ ആരാവ് ഉത്സവരാവിൽ സ്വാഭാവികമായും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? വിവിധങ്ങളായ വിഭവങ്ങൾ ഉണ്ടാക്കി ബിംബങ്ങളുടെ മുമ്പിൽ നേദിച്ചിട്ടുണ്ട്, നിവേദ്യമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താ അവർ ചെയ്യുക? രാത്രി നേരം പുലരുവോളം ഇവര് ആട്ടവും പാട്ടും മദ്യപാനവും കൂത്താട്ടവുമായിട്ട് കൂടും. പുലർച്ചെ ഫജ്റായാൽ എല്ലാവരും ആഘോഷപൂർവ്വം ഘോഷയാത്രയായി ഈ ക്ഷേത്രത്തിൽ വന്ന് ഈ ബിംബങ്ങളെ പൂജിക്കുകയും അവിടെ നേരത്തെ വെച്ച ഈ വസ്തുക്കളൊക്കെ പുണ്യത്തിന് വേണ്ടി നിവേദ്യങ്ങളായി എടുത്തുകൊണ്ടുപോയി ചെയ്യും. പക്ഷെ അന്ന് മക്കയിൽ ബുദ്ധിജീവികളായ ഏതാനും ആളുകൾ ഉണ്ടായിരുന്നു എന്നല്ല നമ്മൾ പറഞ്ഞല്ലോ. അക്കൂട്ടത്തിൽ 4 വ്യക്തിത്വങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടവരാണ്. ഒന്ന് സെയ്ദ് ബിന് അംർ ബിന് നുഫൈൽ. അദ്ദേഹം ഒരു സത്യാന്വേഷിയാണ് എപ്പോഴും. മറ്റൊന്ന് വറഖത്ത് ബിന് നൗഫൽ, അദ്ദേഹവും സ്ഥിരം സത്യാന്വേഷിയാണ്. മൂന്നാമത്തെ ആള് ഉബൈദുല്ലാഹിബ്നു ജഹ്ഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയുടെ മോനാണ്. അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. അബൂ സുഫിയാന്റെ മകളാവുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹുവിനെ ആദ്യം കല്യാണം കഴിച്ചിരുന്ന മഹാനുമാണ്. നാലാമൻ ഉസ്മാൻ ബിൻ ഹുവൈരിസ്. നമ്മുടെ വലിയ പ്രശ്നം ഉണ്ടാല്. ഈ 4 വ്യക്തികളും മുശ്രിക്കീങ്ങളല്ല. അവർ അല്ലാഹു ഒരുവനാണെന്ന് വിശ്വസിക്കുന്നവരാ. പക്ഷേ സത്യദീൻ എവിടെ അറിയില്ല. ഇതിങ്ങനെ അന്വേഷിച്ച് ഇവരെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ 4 ആളും കൂടി കൂടിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യും. അവരെ ചർച്ചയിൽ പ്രധാനമായത് ഇന്ന ഖൗമന ലൈസു അലാ ഷൈ വഇന്നഹും ഖലതു മില്ലത ഇബ്രാഹിം. നമ്മളെ ഈ ജനങ്ങൾ ദീനിൽ ഒരടിസ്ഥാനവും ഇല്ലാതെയാണ് ജീവിക്കുന്നത്.
തീർച്ചയായും അവര് ഇബ്രാഹിമി മില്ലത്ത് കൈവെടിഞ്ഞവരാണ്. നമ്മൾ കൈകൊണ്ട് കൊത്തിയുണ്ടാക്കുക, എന്നിട്ട് നമ്മൾ തന്നെ അതിന് പൂജിക്കുക. നമ്മൾ നാക്കാലികളെ വളർത്തിയുണ്ടാക്കുക, എന്നിട്ട് ഈ ബിംബത്തിന് കൊണ്ടുപോയിട്ട് അതിനെ സമർപ്പിക്കുക. എന്ത് വിഡിത്തമാണിത്? ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നവരാ ഇവര്. ഈ ഉത്സവത്തിൻ്റെ അന്നും ആളുകളെല്ലാം ഉത്സവപ്പറമ്പിൽ ആർത്തുല്ലസിച്ച് നടക്കുന്ന സമയത്ത് ഒഴിഞ്ഞൊരു സ്ഥലത്ത് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് ഈ 4 സംഘം ഒരുമിച്ച് കൂടി അവരിങ്ങനെ ചർച്ച ചെയ്യുക. അല്ല മക്കളെ, എന്താണ് ഈ കളി കാട്ടുന്നൊക്കെ? എന്താ ഈ കോയിക്കൂത്തും ഈ കൂത്താട്ടും? ഇതാണോ ദീന്? ഇതാണോ ഇബ്രാഹിമി മില്ലത്ത്? ഈ നിർജീവ വസ്തുക്കളാവുന്ന ഈ ബിംബങ്ങൾക്ക് എന്തിനാണ് ഈ നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുള്ളത്? വെറുതെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പാതിരാത്രി കഴിഞ്ഞ് നോക്കുമ്പോ നിവേദ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഉത്സവത്തിന് പോയ ഇവിടുത്തെ ബിംബങ്ങളൊക്കെ അതാ കിടക്കണ വീണിട്ട്. അപ്പൊ ഇവരെന്താക്കി? എടുത്തു വെച്ച് നോക്കി. എടുത്തു വെച്ചിട്ട് വീണ്ടും എടുത്തു വെച്ചു, വീണ്ടും എടുത്തു വെച്ചു, വീണ്ടും എന്ത് പറ്റിയതിന്? 3-ാമത് കഴിഞ്ഞ് 4-ാമത് വീണ്ടും എടുത്തു വെച്ചു. നേരത്തെ തന്നെ ഇത് ഒന്നിനും കഴിയാത്ത സാധനങ്ങളാണെന്നും ഇതൊന്നും ആരാധ്യ വസ്തുക്കളല്ലെന്നും പറയുകയും സത്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ഈ 4 സംഘത്തിലെ ഉസ്മാൻ ഇബ്നു ഉവൈരിത്ത് പാടുകയാണ്. فإن كان من ذنب نسينا فإننا نبوء بإقرار ونلوي عن الذنب وإن كنت مغلوبا تنكست صاغرا فما أنت في الأوثان بالسيد الربي. 1500 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമല്ലേ? ചില വാചകങ്ങളൊക്കെ ചെറിയ മാറ്റം കാണാം, ആശയം തന്നെ. അദ്ദേഹം ചോദിക്കുകയാണ്, ദൂരദിക്കുകളിൽ നിന്ന് വന്നവരും സമീപ പ്രദേശത്തുള്ളവരുമാവുന്ന ധാരാളം ആളുകൾ ഉത്സവത്തിന് വേണ്ടി വന്ന് നിങ്ങളെ പൂജിക്കാനാണല്ലോ അവരൊക്കെ വന്നത്. അങ്ങനെയുള്ള പൂജാവസ്തുക്കളായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വിഗ്രഹങ്ങളെ എന്തേ നിങ്ങൾക്ക് എന്തേ തലകുത്തി വീണ് കിടക്കണ്? എന്ത് പറ്റി നിങ്ങൾക്ക്? ഒന്ന് പറയാൻ പറ്റുമോ? നിർജീവ വസ്തുക്കളോട് കളിയാക്കാണ്. ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് വെറുതെ പോയത്തം വിഡിത്തമാണോ ചെയ്യുന്നത്? അതല്ല, ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? എന്തിനാണ് ഈ വീട് കിടക്കുന്നത്? എന്നിട്ട് ചോദിക്കാം, ഞങ്ങൾ ചെയ്തു പോയ വല്ല തെറ്റുകൊണ്ടാണോ, അതിൽ പ്രതിഷ്ഠിച്ചാണോ ഞങ്ങൾ തൂബ ചെയ്തോളാം, ഞങ്ങൾ പാശ്ചാത്താപിച്ച് മടങ്ങിയോളാം, അതിന് വീണ് കിടക്കണ്ട. അതല്ല, അതല്ല, നീ നിന്ദ്യനും നികൃഷ്ടനുമായ നിലക്ക് തള്ളപ്പെട്ടുകൊണ്ട് വീണ് കിടക്കുകയാണെങ്കിൽ ആരാധിക്കപ്പെടുന്ന കൂട്ടത്തിൽ ബിംബങ്ങളാവുന്ന നിങ്ങൾ ഒരിക്കലും ഇബാദത്ത് ചെയ്യാൻ അർഹതപ്പെട്ട യജമാനനും ഉടമക്കാരനുമല്ല എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് അത്രേ അയാൾ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് എന്താക്കി? ഈ 4 ആളുകൾ പോയിട്ട് ഈ ബിംബം എടുത്ത് നേർക്ക് വെച്ചു. നേർക്ക് വെച്ചപ്പം എടുത്ത് ചുകനായിട്ട് അവിടെ നിർത്തിയപ്പം കാണാ ഈ ബിംബത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. എന്താ ബാക്കിയുള്ളത്? പിന്നെ ആ ശരീര ആ കേൾക്കണ്ട. തറദാലി മൗലൂദിൻ അല്ലാഹു ബിനൂരിഹി ജമിഉ ഫിജാജിൽ അർളി ബിശ്ശർഖി വൽ ഗർബി وخرت له الأوثان طرا وأرعدت قلوب ملوك الأرض طرا من الرعب ونار جميع الفرس قد خامدت له وقد بات شاه الفرس في أعظم الكرب وصدت عن الكهان بالغيب جنها
ഫലാ മുഖ്ബിറും മിൻഹും ബിഹഖ്ഖിൻ വലാ കദിബി ഫയലാ ഖുസയ്യിൻ ഇർജിഉ അൻ വലാലികും വഹുബ്ബു ഇലൽ ഇസ്ലാമി വൽ മൻസിലിർ റഹ്ബി. എന്ത് പറ്റി, എന്തായി, നിങ്ങൾക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അശരീരിയായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കാണ്, ഇതേ ഞങ്ങളെ ഇഷ്ടം കൊണ്ടോ ഇഷ്ടക്കേട് കൊണ്ടോ നിങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടോ ഗുണം കൊണ്ടോ ഒന്നും അല്ല മക്കളെ, മറിച്ച് തറദ്ദാലി മൗലൂദിൻ, ഈ രാത്രി ഒരു കുഞ്ഞ് പറന്നിരിക്കുന്നു, അതുകൊണ്ടാണ് താഴെ വീണിരിക്കുന്നത്. എങ്ങനത്തെ കുഞ്ഞ്? ലോകത്ത് ഉദയാസ്തമനത്തിനിടയിൽ മുഴുവനും ആ കുഞ്ഞിന്റെ ജന്മം മൂലം പ്രകാശപൂരിതമായിരിക്കുന്നു, അതുകൊണ്ടാണ്. എന്നിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നത് ഓ ഖുസൈന്റെ പിന്മുറക്കാരാവുന്ന ഖുറൈശികളെ, നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല. ഈ ശിർക്കും ബിംബാരാധനയും ഒക്കെ വെടിഞ്ഞ് വഹുബ്ബു ഇലൽ ഇസ്ലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്താവുന്ന ഇസ്ലാമിലേക്ക് തിരിച്ചു വരൂ നിങ്ങൾ. വൽ മൻസിലിർ റഹ്ബി, വിശാലമായ വീടാണത്. അവിടെ തിക്കില്ല, തിരക്കില്ല, വിഷമില്ല, എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന മില്ലത്ത് ഇബ്രാഹിമിയാവുന്ന ഇസ്ലാമിലേക്ക് വരൂ. കേട്ടോ, ആദ്യത്തെ പൗതി ബിംബങ്ങളെ ഈ അവസ്ഥ കണ്ടിട്ട് അവയെ നിഷേധിക്കുന്ന ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യാണ് ബിംബത്തിനെ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞില്ലേ, ബിംബത്തിന്റെ അടുത്ത് പോയിട്ട് മാലക്കും ലാ തന്തിഖൂൻ, മാലക്കും ലാ തഅകുലൂൻ, എന്താ നിങ്ങൾ ഒന്നും ഭക്ഷിക്കാത്ത കുറെ വേദ്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചണല്ലോ. പിന്നെ ചോദിക്കുന്നത് മാലക്കും ലാ തന്തിഖൂൻ, എന്താ മിണ്ടാത്ത്? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ബിംബത്തിനെ വിളിച്ച് സഹായം തേടിന കളിയാക്കിയതാണ്. എന്താ നോക്കിക്കണത്, നിങ്ങളെ മുന്നിലാണല്ലേ കൊണ്ടുവന്ന് വെച്ചാൽ തിന്നൂടെ, എന്താ തിന്നാത്ത്? എന്താണ് ഞങ്ങൾ തിന്നണില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാന്ന് തന്നെ പറഞ്ഞൂടെ, മുണ്ടാത്ത എന്താന്ന് ആര് ചോദിക്കുക? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം. അതെന്നല്ലേ ഇയാളും ചോദിച്ചത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനമറിയിച്ചു കൊണ്ടുള്ള അത്ഭുത വിശേഷമാണ് എന്ന് അശരീരി ശബ്ദത്തിലൂടെ അവർ കേൾക്കുകയും ചെയ്യുന്നു. അന്ന് അവർ ചെയ്തെന്താ അറിയോ? ഈ 4 ആളുകൾ ലോകത്തിന്റെ 4 ഭാഗത്തേക്കും സഞ്ചരിച്ചു, സത്യം അന്വേഷിച്ചുകൊണ്ട്. ഇത് പിഴവാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് സത്യം അന്വേഷിച്ച് പുറപ്പെട്ട കൂട്ടത്തിൽ ഉബൈദുല്ലാഹി ഇബ്നു ജഅ്ഷും സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈലും 2 ആളും യഹൂദി മതമോ നസ്രാനി മതമോ ഒന്നും സ്വീകാര്യമല്ലെന്ന് മനസ്സിലാക്കി നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ തൗഹീദിൽ വിശ്വസിച്ചുകൊണ്ട് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ പാടുന്നു, അറബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബി അദീനു ഇദാ തഖസ്സമത്തിൽ ഉമൂറു തറക്തുൽ ലാത്ത വൽ ഉസ്സാ ജമിഅ കദാലിക യഫഅലു റജുലുൽ ബസീറു. അല്ല ജനങ്ങളെ, എന്തായി കാട്ടിക്കുന്നത്? ഒരു റബ്ബ് പോരെ നമ്മൾ പഠിച്ചു പോറ്റുന്ന ഒരുവൻ? അതെല്ലാം അൽഫ റബ്ബിന് 1000 റബ്ബുകൾ വേണോ? എന്തിനാണ് അതിന്റെ ആവശ്യം? അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്ന ലാത്തയും ഉസ്സയും ഉൾപ്പെടെയുള്ള സകല വിഗ്രഹങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ഹൃദയത്തിന് ഉൾക്കാഴ്ചയുള്ള ബുദ്ധിജീവികൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അദ്ദേഹം 2 കൈയും ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് അതിൽ സുജൂദ് ചെയ്യും കഅബത്തിന്റെ അടുത്ത് വന്നിട്ട്. എന്നിട്ട് പറയും, പടച്ചോനെ, ഞാൻ ഈ മില്ലത്ത് ഇബ്രാഹിമിലാണ്, നീ ഒരുവനാണെന്ന് എനിക്കറിയാം, നിന്റെ മില്ലത്ത് ഇബ്രാഹിം എന്താണെന്ന് എനിക്കറിയില്ല, അറിയുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഇങ്ങനെ കഅബത്തിൽ സുജൂദ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തെ പറ്റി മകൻ സയ്യിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയുണ്ടായി, നബിയെ, ഉപ്പ നേരത്തെ മരിച്ചു പോയല്ലോ, അവരുടെ അവസ്ഥ എന്താണ്? മറ്റൊരു ഒറ്റ സമൂഹമായിട്ട് മഹാനവർകളെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. അദ്ദേഹം സത്യവിശ്വാസികളിൽപ്പെട്ട ഒരാളതാ. 2ാമത്തെ ആള് ഉസ്മാൻ ബിൻ ഫൈരിസ. ഉസ്മാൻ ബിൻ ഫൈരിസ് എന്ത് ചെയ്തു? സത്യം അന്വേഷിച്ചു പോയി. ഷാമിൽ വെച്ച് ചില നസ്രാനി പണ്ഡിതന്മാരുമായി സംസാരിച്ചു, സത്യം മനസ്സിലാക്കി. അദ്ദേഹം നസ്രാനി മതം സ്വീകരിച്ചു. നബി തങ്ങളുടെ ബിഅ്സത്ത് വരെ നിലവിലുള്ള ഇസ്ലാം നസ്രാനി മതമാണ്. അദ്ദേഹത്തിന് പ്രത്യേക പേഴ്സണാലിറ്റി കൈസർ ചക്രവർത്തിയെ സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ ദർബാറിലെ കാര്യാലോചന സമിതിയിലേക്ക് മെമ്പറായി എടുക്കുകയും അങ്ങനെ ഷാമിൽ തന്നെ ജീവിച്ച് നബി തങ്ങളുടെ റിസാലത്തിന് മുമ്പ് മരണപ്പെട്ടു പോവുകയും ചെയ്ത മനുഷ്യനാണ്. അപ്പറ്റി കാഫറാന്ന് പറയാൻ പറ്റുമോ? നസ്രാനിയായി നബി തങ്ങളുടെ റിസാലത്തിന് മുമ്പ് വഫാത്തായി പോയി. ഷാമിലാണ് മരണപ്പെട്ടെടുക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ജഅ്ഷും
സെയ്ദ് ബിൻ അംർ ബിൻ നൗഫലും അങ്ങനെ പോന്നെങ്കിൽ വറഖത്ത് ബിൻ നൗഫലിനല്ല മറ്റേയാള്, അദ്ദേഹം നസ്രാനി മതം സ്വീകരിച്ചു, തൗറാത്തും ഇഞ്ചിലും പഠിച്ചു, അവരുടെ ഒറിജിനൽ ഭാഷ പഠിച്ചു, എന്നിട്ട് തൗറാത്തിനെയും ഇഞ്ചിലിനെയും അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ കൂട്ടിപ്പോയി വിവരമന്വേഷിച്ചപ്പോൾ അപ്പോൾ തന്നെ നബി തങ്ങൾ ഈ പറഞ്ഞ തൗറാത്തിലും ഇഞ്ചിലും പറഞ്ഞ പ്രവാചകരാണെന്ന് അംഗീകരിച്ചു. അദ്ദേഹം അധികം താമസിയാതെ മരണപ്പെട്ടു. അദ്ദേഹം സഹാബാക്കളിൽ ഉണ്ടെന്ന ആളാണ്. എന്നിട്ട് മുശ്രിക്കീങ്ങൾ ബിംബത്തെ വിളിച്ച് സഹായം തേടുന്നതിനാണ് ജവാബ് ചെല്ലുന്നത് എന്ന് പറയുന്നത് ചരിത്രം അറിയില്ലെങ്കിൽ അറിയിനോട് ചോദിച്ചൂടെ നിങ്ങൾക്ക്? ഈ കുട്ടികൾക്ക് വേണമെങ്കിൽ നോക്കിയാൽ എൻ്റെ കിതാബിൻ്റെ പേജ് 350 ഒന്നാം ജുസ് സുബുലുൽ ഹുദ വറഷാദിൽ 350 പേജിൽ ഈ സംഭവം വിശദമായിട്ട് ഹാഫിള് സാലിഹ് ഷാമി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതൊരു സംഭവം മാത്രമല്ല, ഇങ്ങനെ ധാരാളം ബിംബങ്ങൾ വീഴലും അത്ഭുതങ്ങൾ ഉണ്ടാകലും ലോകത്ത് നടന്നു. ആ രാത്രി ചുരുക്കട്ടെ, അതിരാവിലെ അബ്ദുൽ മുത്തലിബിന് വിവരമറിയിച്ചു ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ. അബ്ദുൽ മുത്തലിബ് അവരുടെ വീട്ടിലാണ്. അവര് ആമിന ബീവിയും ഉമ്മൈമനും സ്വന്തം വീട്ടിലാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. പ്രസവം കഴിഞ്ഞപ്പോ രാവിലെ വിവരമറിയിച്ചതനുസരിച്ച് അബ്ദുൽ മുത്തലിബ് വന്നപ്പോ പറഞ്ഞു, ഖദ് വുലിദ ലക വലദുൻ മിൻ അജബിൽ വലിയ ഒരു അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു മഹാത്ഭുതമായിട്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു പറഞ്ഞു. എന്താ മോളെ? അലൈസു വസവിയൽ ഖൽഖ, എന്തോ അംഗഭംഗം വന്ന് കണ്ട് അസാധാരണത്വമുള്ളതാണോ? അതല്ല ശരിക്കും സ്ലിപ്പന്നല്ലേ? അതെ അതെ അങ്ങനെ തന്നെ. ജനിക്കുമ്പോഴേ പൂക്കൾ കൂടി മുറിച്ചിട്ടാ വന്നത്, ജനിക്കുമ്പോൾ തന്നെ മാർക്കം കഴിക്കപ്പെട്ടിട്ടാ വന്നത്. അതൊന്നുമല്ല പുതുമ. സാധാരണ കുട്ടികൾ വാറ്റാട്ടിയുടെ കയ്യിലേക്ക് ഇങ്ങനെ മലർന്നാ വരിക. ഈ കുട്ടി വന്നത് നേരെ കമിഴ്ന്നു വന്ന് സുജൂദിലായി നിരത്ത് കിടക്കുക ചെയ്തത്. അതാണ് അസാധാരണ കുട്ടി എന്ന് പറഞ്ഞത്. സുജൂദിലായി കിടന്നു എന്നല്ല, ഒരു കൈ ഇങ്ങനെ മടക്കി പിടിച്ചു, ആ കയ്യിൽ മണ്ണ് കിട്ടി ഇട്ടിക്കുന്ന. പത്ത വീട് പോലല്ല, പഴയ വീടല്ലേ, മണലിട്ടി. ഒരു കൈവരൽ ഇങ്ങനെ ചൂണ്ടിപ്പിടിക്കുകയും തല മേൽപോട്ട് ഉയർത്തുകയും ചെയ്തു. ഇത് സാധാരണ നടക്കുവോ? നടക്കൂലല്ലോ. ജനിച്ച കുട്ടിക്ക് കൗത്ത് ഉറക്കണമെങ്കിൽ 4 മാസമെങ്കിലും കഴിയണ്ടേ? ചില കുട്ടികൾക്ക് 3 മാസമായ കഴിയും. ഏതായാലും അതിൻ്റെ മുമ്പ് എന്തായാലും കൗത്ത് ഉറക്കൂലല്ലോ. കൗത്ത് ഇങ്ങനെ കുഴഞ്ഞിട്ടല്ലേ ഉണ്ടാകുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ എന്നേക്ക് കൗന്നു വരികയും നെറ്റിത്തടം നിലത്ത് വെക്കുകയും ഒരു കൈ കൊണ്ട് മണ്ണ് വാരി ഒരു വിരലിങ്ങനെ ചൂണ്ടുകയും തല ഉയർത്തി മേൽപോട്ട് നോക്കുകയും ചെയ്തു. ഇതാ അത്ഭുത കുട്ടി എന്ന് പറഞ്ഞത്. ഇതൊക്കെ ചരിത്രങ്ങൾ. അതൊക്കെ നിങ്ങൾ നിഷ്പക്ഷമായിട്ട് നിങ്ങളൊന്ന് ചരിത്രം പഠിക്കും. ഒരു കാര്യം അറിയാത്ത അല്ല എന്ന് പറയലല്ല വേണ്ടത്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. അറിയുന്നവരോട് ചോദിക്കുക. നിങ്ങൾക്ക് പോരാത്തരാണെങ്കിൽ ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളുണ്ടല്ലോ. 1, 10, 100 അല്ല, ഇഷ്ടംപോലെ ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഒന്ന് നോക്കിക്കൂടെ? അത് നോക്കാൻ തയ്യാറല്ല. മറിച്ച് വല്ല ഓറിയന്റലിസ്റ്റുകളോ മാസോണിസ്റ്റുകളോ എഴുതിയ ചരിത്രം, അതാണ് അടിസ്ഥാനം. യുക്തിവാദികളുണ്ട്, അതാണ് അടിസ്ഥാനം, അതാണ് ശരി. അതല്ല വേണ്ടത്. നിഷ്പക്ഷമായി നമ്മൾ കാര്യം വിലയിരുത്തണം. അങ്ങനെ കുട്ടിയെ എടുത്ത് അബ്ദുൽ മുത്തലിബ് നേരെ എവിടെ പോയി? കഅബ ശരീഫിലേക്ക് പോയി. കുട്ടിയെയും എടുത്ത് കഅബ തവാഫ് ചെയ്തു. എന്നിട്ട് അല്ലാഹു തആലാക്ക് ശുക്റായിക്കൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ശുക്റായിക്കൊണ്ട് മഹാനവർകൾ സന്തോഷിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ മഹാനായ അബ്ദുൽ മുത്തലിബ് പറയുന്നു, അൽഹംദുലില്ലാഹില്ലദി അഅതാനി ഹാദൽ ഗുലാമ അത്വയ്യിബൽ അർദാനി ഖസാദ ഫിൽ മഹ്ദി അലൽ ഗിൽമാനി ഉഈദുഹു ബിൽ ബൈതി ദിൽ അർകാനി ഹത്താ യകൂന ബുൽഗത്തൽ ഫിത്യാനി ഹത്താ അറാഹു ബാലിഗത്ത് ബിയാനി ഉഈദുഹു മിൻ ശർരി ദി ശൻആനി മിൻ ഹാസിദിൻ മുദ്തരിബിൽ ഐനാനി ذي همة ليس له عينان حتى أراه رافع اللسان أنت الذي سميت في القرآن أحمد مكتوبا على اللسان. ഇബ്നു കസീർ തൻ്റെ അൽബിദാ വന്നിഹായിലും പറഞ്ഞിട്ടുണ്ട്,
സാലിഹ് ഷാമി തന്റെ സുബുലുൽ ഹുദാ വറഷാദിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രശ്നം എന്താ? അതിനിപ്പോ കേടൊന്നുമില്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് തങ്ങൾ അള്ളാഹുൽ വിശ്വാസമുള്ള ആളായിരുന്നു. അതോടുകൂടി പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. സ്വർഗ നരകത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. ഹിസാബിനെ പറ്റിയും വിശ്വസിക്കുന്ന ആളായിരുന്നു. ഇങ്ങനെയുള്ള മഹാനാണ്. അതിലെല്ലാ പ്രശ്നം. ഇവിടെ ഒരു സംശയമുണ്ട്. നമ്മളെ സുന്നികൾ വരെ സംശയിക്കുകയാണ്. കാരണം വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ചു നോക്കിയാൽ പോരെ. എന്താ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഖുർആൻ ഇറങ്ങുന്നത്. നമുക്ക് തോന്നില്ലേ? 40 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഖുർആൻ ഇറങ്ങി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 8 വയസ്സാകുമ്പോൾ ആര് മരിച്ചുപോയി? അബ്ദുൽ മുത്തലിബ് തങ്ങൾ മരണപ്പെട്ടു പോയി. അപ്പൊ ഈ ഖുർആൻ ഇറങ്ങുന്നതിന്റെ 40 കൊല്ലം മുമ്പ് ആര് പറയാ? അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറയാണ്. എന്ത്? അന്തല്ലദീ സുമ്മീത ഫിൽ ഖുർആനി അഹ്മദ മക്തൂബുൻ അലൽ ലിസാനി. ഈ റിവായത്തിൽ അങ്ങനെയുള്ളത്. അലൽ ജിനാനി എന്നാ വേറെ റിവായത്തിലുള്ളത്. അപ്പൊ ഖുർആന് ഉണ്ട് എന്ന് പറയാം. അതെന്തായാലും കളവാന്ന്. ഈ ജാതി പൊള്ള് കാറ്റ് കെട്ടി ഇല്ലാത്ത നുണ പറയുന്ന മൗലിദിന് അതിന് പോയിരുന്നാൽ അള്ളാന്റെ അദാബ് ഇറങ്ങുന്നു. എന്താന്നല്ലേ? ഇവരെ കയ്യിലാണല്ലോ അതിൻ്റെയൊക്കെ ലൈസൻസ് ഉള്ളത്. ഏത് അദാബ് എവിടെ ഇറക്കേണ്ടത്, എവിടെ അദാബ് ഇറക്കാത്തത്, ഏതാണ് മുബാറക്ക്, ഏതാണ് അല്ലാത്തത് എന്നൊക്കെ ഇവരാ തീരുമാനിക്കുക. ചങ്ങാതി, ഖുർആൻ എന്ന് പറയുമ്പോൾ എനിക്ക് ബേജാറാണ്ട. ഖുർആൻ എന്നതിന് ഭാഷാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടത് എന്നേ വാക്കിനർത്ഥമുള്ളൂ. എല്ലാ ഗ്രന്ഥവും ഖുർആനാണ്. പക്ഷേ ഖുർആൻ എന്ന് മൊത്തത്തിൽ പറയുക വേദഗ്രന്ഥങ്ങൾക്കാണ്. അള്ളാഹു തആല ഇറക്കിയ 104 കിതാബുകളുണ്ട്. അതിൽ 100 ഏടുകളായിട്ടും 4 പൂർണ്ണ കിതാബുകളായിട്ടും 104 ഇറക്കിയിട്ടുണ്ട്. ഈ 104 ഖുർആൻ തന്നെ പറയാ. നിങ്ങൾക്ക് ആ ബുഖാരി എന്നെങ്കിലും എടുത്ത് നോക്കിക്കൂടെ? ബുഖാരി കാണാ. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഖുഫിഫ അലാ ദാവൂദൽ ഖുർആൻ. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഖുർആൻ വല്ലാതെ ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട്. വലിയൊരു ഗ്രന്ഥമാണ്. ഹത്താ ലയംറു ബിസുർജി ബി ഫർസിഹി. കുതിരക്ക് ജീനി ധരിപ്പിക്കാൻ വേണ്ടി പണിക്കാരോട് പറയും. എന്നിട്ട് ഇഞ്ചിയിലോതാൻ തുടങ്ങും. എന്നിട്ട് ആ കുതിര ജീനിയിട്ട് പുറത്തു കൊണ്ടുവന്ന് യാത്രക്ക് ഒരുങ്ങാനാവുമ്പോക്ക് ഖുർആൻ ഓതി തീർന്നിട്ടുണ്ടാവും. ഇപ്പൊ ചോദിക്കുകയാണ്, ഖുർആൻ തന്നെ മുഹമ്മദ് നബിക്ക് 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ലൈലത്തുൽ ഖദ്ർ ആക്കിയതല്ലേ മൊയ്യാനെ? അതെ. പിന്നെ എങ്ങനെ ഈ ഖുർആൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഇസ്രായേലിൽപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഓതാൻ എളുപ്പമായി? ബുഖാരി പറഞ്ഞ ഖുഫിഫ അലാ ദാവൂദൽ ഖുർആൻ. ഖുർആൻ കേൾക്കുമ്പോത്തിന് ഫുർഖാനുൽ അളീം എന്ന അർത്ഥം വെക്കാൻ പോകണ്ട. എല്ലാ ഇലാഹിയായ കിതാബുകൾക്കും ഖുർആൻ എന്ന് പറയും. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഖുർആൻ തന്നെ, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഖുർആൻ തന്നെ, അതുപോലെ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ഖുർആൻ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ തന്നെ. വേറിച്ച് പറയുമ്പോൾ ഒന്ന് തൗറാത്താണ്, മറ്റൊന്ന് ഇഞ്ചീലാണ്, മറ്റൊന്ന് സബൂറാണ്, മൂന്നാമത്തെ ഫുർഖാനുൽ അളീം. എന്നാ ഫുർഖാൻ എന്ന് പറഞ്ഞാലും പോരാന്നാ. ഫുർഖാൻ തൗറാത്തിനും അല്ലാഹ് പറഞ്ഞ പേരാ. പക്ഷേ ഫുർഖാനുൽ അളീം എന്ന പേരാണ് ഖുർആനെ മറ്റുള്ളത് എന്ന് വേറിയിരിക്കുന്നത്. ഖുർആൻ കേൾക്കുമ്പോത്തിനാണ് ബേജാറാകണ്ട. അപ്പൊ അതൊക്കെ ചരിത്ര സത്യങ്ങൾ അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക. അതാണ് പണി. അതിനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ വിവരം ഇയാൾക്ക് കൊടുത്തിട്ടീ അതാണല്ലോ. എന്നാ വേദഗ്രന്ഥങ്ങളിൽ പൂർവ്വവേദങ്ങളിൽ പറയപ്പെട്ട ആളാണ് എന്നായല്ലോ ഇപ്പൊ അതിന്റെ അർത്ഥം. അന്തല്ലദീ സുമ്മീത ഫിൽ ഖുർആനി എന്ന് പറഞ്ഞാൽ അതായത് തൗറാത്തിന്റെ അഹ്ലുകാരായ യഹൂദികളിൽ നിന്നും ഇഞ്ചീലിന്റെ അഹ്ലുകാരായ ഈ നസ്രാക്കളിൽ നിന്നും അല്ലാതെ സബയിന്റെ പിന്മുറക്കാരാവുന്ന സൈഫ് ബിൻ സിയസനിൽ നിന്നിട്ടും തുടങ്ങി ഒരുപാട് പരമ്പരയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരവും അന്ത്യപ്രവാചകനും ലോകത്തിന്റെ മോചകനുമാണെന്നും അഹ്മദ് എന്ന പേരിലാണ് ആ കുട്ടി അറിയപ്പെടുക എന്നും നേരത്തെ പഠിച്ചു വെച്ച ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ്. അതുകൊണ്ടാണ് പറഞ്ഞത് അന്തല്ലദീ സുമ്മീത ഫിൽ ഖുർആനി. പൂർവ്വവേദങ്ങളിൽ അമ്പിയാക്കൾ അവസാന കാലത്ത് വരുന്ന അന്ത്യപ്രവാചകനെ കുറിച്ച് സുവിശേഷം അറിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ആ കുഞ്ഞ് മോനെ നീ തന്നെയാണ്
തന്നെയുമല്ല പേരും തന്നെ ആണ് മുശ്റം ബി റസൂലിൻ യതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അഹ്മദ് എന്ന പേര് കൊണ്ടിട്ട് പറഞ്ഞ് റസൂല് വരും, ആ റസൂലിന്റെ പേര് അഹ്മദ് ആയിരിക്കും എന്ന് പൂർവ്വവേദത്തിൽ പറഞ്ഞ തൗറാത്തിലും പറഞ്ഞിട്ടുണ്ട്, ഇഞ്ചീലിലും പറഞ്ഞിട്ടുണ്ട്. അതല്ലേ പറഞ്ഞുള്ളൂ. പൗതി കേൾക്കുമ്പോൾ ബേജാറാണ്ട ആവശ്യമില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നല്ല. വ്യാപകമായി മൗലൂദ് ഓതുന്നവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മുബത്തദികൾ ഉണ്ടാക്കുന്ന പൊട്ടിക്കുന്ന മസാലയാണ്. ആദ്യം മൗലൂദും പാടില്ല, അതുപോലെ തന്നെ നബിദിനും പാടില്ല എന്ന് മൊത്തം പറയും. പറഞ്ഞ് കുടുങ്ങുമ്പോൾ പിന്നെന്താ, ഉത്സവത്തിലുണ്ടൊരു മാലപ്പടക്കം പൊട്ടിച്ചത്. അതാണ് പൊട്ടിക്കഴിഞ്ഞാൽ ചിരണ്ടറ്റിട്ട് 2-4 എന്തുണ്ടാവും, തീർച്ചയാണ്. ഇതിങ്ങനെ എടുത്തിട്ട് കുട്ടികളെന്താക്കും, പിന്നെ ആള് തിരക്ക് കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് അതിൻ്റെ തല കുറച്ച് പൊളിച്ചിട്ട് കുട്ടികൾ എഴുതിയിട്ട് അയച്ചു. ചിലപ്പോൾ കുട്ടികളെ കയ്യാ പൊട്ടുക. ഏതായാലും ആട്ടെ, ഇതിന് പറയാം പൊറുക്ക് പൊട്ടിക്കാന്നാ. കാര്യമായിട്ടുള്ള കൂട്ടപ്പൊട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റയും തറ്റിയായിട്ട് പൊറുക്കി പൊട്ടിക്കുന്ന ആയിപ്പെട്ടത്. അതൊക്കെ ഈ പൊറുക്കി പൊട്ടിക്കല്ലേ. മൗലിദ് തന്നെ പാടില്ല എന്നറിയണവന് പിന്നെ മൗലിദിൽ എന്താണുള്ളത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഉമർ മൗലവിയോടൊരിക്കൽ ഞാൻ വിഷയത്തിലേക്ക് പോകേണ്ട, നമുക്ക് ആവശ്യമില്ലല്ലോ എന്നുള്ളവർക്ക്. എനിക്കത് അറിയാഞ്ഞിട്ടല്ല ആ ഭാഗത്തേക്ക് ഞാൻ പോകാതിരിക്കുക. ഒരിക്കൽ ചോദിക്കേണ്ടായി, ബർസഞ്ചി മൗലിദ് പോലെയുള്ള വഈഫായ ഒരു ചരിത്രവുമില്ലാത്ത സർവസ്വീകാര്യമായ സഹീഹായ ഹദീസ് കൊണ്ട് മാത്രമുള്ള മർസഞ്ചി മൗലിദ് പോലെയുള്ള മൗലിദ് ഓതുന്നത് കൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിലും പ്രവാചകന്റെ പ്രീതി കാംക്ഷിക്കുക എന്ന ശിർക്ക് വരും, അതുകൊണ്ട് അത് തെറ്റും ശിർക്കുമാണ്. നല്ല സഹീഹുൽ ബുഖാരി സഹീഹ് മുസ്ലിമിലൊക്കെ പറഞ്ഞ എന്നതുപോലെ സർവാംഗീകാരമുള്ള സഹീഹ് ഹദീസ് മാത്രമേ ബർസഞ്ചി മൗലൂദ് പറഞ്ഞിട്ടുള്ളൂ. അതിന് ബെയ്ത്തുമില്ല. അത്തിരില്ലാഹുമ്മ ഖബറുൽ ഖരീം ബിഹർഫിൻ ശദീഖിൻ മിൻ സ്വലാത്തിൻ വതസ്ലീം എന്നൊരു ഫസ്ലിൽ പറയുന്നല്ലാതെ വേറെ ബെയ്ത്തൊന്നുമില്ല. സഹീഹ് ഹദീസ് മാത്രം. എന്നിട്ട് പറഞ്ഞെന്താ, അതിലും നബി തങ്ങളുടെ പ്രീതി കാംക്ഷിക്കുക എന്ന ശിർക്ക് വരുന്നത് കൊണ്ട് അതും പാടില്ല. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളു നോക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചരിത്രം പഠിച്ചവന് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ആട്ടെ, മൗലിദ് കഴിക്കണോ വയ്ക്കണ്ടേ എന്നുള്ള വിഷയത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു വരുന്നില്ല. ഏതായാലും ആട്ടെ, ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിച്ചു, കാബ ഷരീഫിനെ തവാഫ് ചെയ്തു, കൊണ്ടുവന്നു. അതിൻ്റെ ഇടയ്ക്ക് പല സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ പറഞ്ഞാൽ തീരാൻ മാത്രമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അന്നത്തെ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ബഹുമാനപ്പെട്ട സുവൈബത്തുൽ അസ്ലമിയ്യ റളിയല്ലാഹു തആല അൻഹയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്തത്. ഒരഭിപ്രായത്തിൽ 3 ദിവസം വരെ ബഹുമാനപ്പെട്ട സുവൈബത്തുൽ അസ്ലമിയ്യ റളിയല്ലാഹു തആല അൻഹ. ആരാ സുവൈബത്തുൽ അസ്ലമിയ്യ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. അബൂലഹബ് നബി തങ്ങളുടെ പാപ്പ അബ്ദുള്ള എന്നവരുടെ ജ്യേഷ്ഠന. അമ്മ വേറെയാണെങ്കിലും പാപ്പത്തെ ജ്യേഷ്ഠന തന്നെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അയാളുടെ വീടും. രാവിലെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട അനുജൻ അബ്ദുള്ളക്ക് ഒരു ആൺകുട്ടി ജനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റിറങ്ങുമ്പോൾ തൻ്റെ അടിമ സ്ത്രീയായിരുന്ന സുവൈബ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. ഓ, എൻ്റെ അനുജനോ പോയി, അതിന് പകരമാകാൻ പറ്റുന്ന നല്ല യോഗ്യനൊരു ആൺകുട്ടി ജനിച്ചല്ലോ എന്ന സന്തോഷത്താൽ ഈ സന്തോഷ വാർത്ത അറിയിച്ച അടിമ സ്ത്രീയെ എത്തൊക്കെ ചൊല്ലി മോചിപ്പിച്ച് സ്വതന്ത്രയാക്കി. ഇവര് നേരത്തെ അബൂ സലമ റളിയല്ലാഹു നബി തങ്ങളുടെ അമ്മായിൻ്റെ മോനാ. ഉമൈമ എന്ന് പറഞ്ഞിട്ടൊരു അമ്മായിയുമുണ്ട്. നബി തങ്ങൾക്ക് അബ്ദുൽ മുത്തലിബിന് 12 മക്കളും 6 പെമ്മക്കളും അറിഞ്ഞില്ലേ? ഈ 6 പെമ്മക്കളിൽപ്പെട്ട ഉമൈമ. ഈ ഉമൈമാന്റെ മോനാണ് ഈ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവായിരുന്ന അബൂ സലമ. ഈ അബൂ സലമ അബ്ദുൽ മുത്തലിബിന്റെ മകളൊട്ടിയായതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് അബൂ സലമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുല കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല നബി തങ്ങളുടെ എളാപ്പയാണ്. എളാപ്പയാണെങ്കിലും പ്രായത്തിൽ വലിയ വ്യത്യാസമില്ല എന്ന് പറഞ്ഞല്ലോ. ഈ എളാപ്പയാവുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിനും ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ മുല കൊടുത്തിട്ടുണ്ട്. ഇവർ 3 പേരും മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരാ. അബൂ സലമ റളിയല്ലാഹു അൻഹു, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, മഹാനായ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു മോളുണ്ട്, ഉമ്മു സലമ ബീവിക്ക് ജനിച്ച ബറ എന്ന പേര്.
ഈ ബറ എന്ന പേരുള്ള കുട്ടിന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിയിട്ട് സൈനബ് എന്നാക്കി. ഈ കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയപ്പോ ഖുറൈശികളിൽ ഉന്നത കുലജാതയും സുന്ദരിയുമായ ഈ കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മു സലമാ ബീവി തന്നെ അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് മോളെ, ഞാൻ എൻ്റെ ഭാര്യൻ്റെ മോളാവുമ്പോ തന്നെ റബീബത്തിനെ കെട്ടാൻ പാടില്ല. എന്നാൽ അതല്ലെങ്കിലും റബീബത്ത് അല്ലെങ്കിൽ പോലും അബൂസലമന്റെ മോളെ എനിക്ക് കെട്ടാൻ പറ്റൂലല്ലോ. ഞാനും അബൂസലമയും മുലകുടി ബന്ധത്തിൽ സഹോദരന്മാരാണ്. സുഹൈബത്തുൽ അസ്ലമിയ രണ്ടുപേർക്കും മുല കൊടുത്തിട്ടുണ്ട്, ജ്യേഷ്ഠാഞ്ചന്മാരാ. അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മോള് ഉമാമത്ത് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. മക്കം ഫതഹിന് പോയ സമയത്ത് യാ അമ്മി യാ അമ്മി എന്ന് പറഞ്ഞ് ബേക്ക് കൂടിയപ്പോ ബഹുമാനപ്പെട്ട അരിയാര് തങ്ങളും അതുപോലെ തന്നെ ജാഫർ റളിയല്ലാഹു തആല അൻഹു തങ്ങളും സെയ്ദ് റളിയല്ലാഹു തആല അൻഹു കൂടി കുട്ടീനെ എടുത്തുണ്ട്. ഈ കുട്ടി അത് നീണ്ട ചരിത്രമായൊന്നും പറഞ്ഞപ്പോ എവിടെ എത്തൂല. അങ്ങനെ കുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയപ്പോ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ മകളാണ്, അതിസുന്ദരിയാണ്. എന്തുകൊണ്ട് നബി തങ്ങൾക്ക് യോജിച്ചതാ. അതുകൊണ്ട് തന്നെ കല്യാണാലോചിച്ചു. ഉമാമത്തിന് നിങ്ങൾക്ക് കെട്ടിക്കൂടെ നബി ചോദിച്ചു. ഞാനും എളാപ്പ ഹംസ റളിയല്ലാഹു അൻഹു സുഹൈബയുടെ മുല കുടിച്ച ജ്യേഷ്ഠാഞ്ചന്മാരാണ്, അതുകൊണ്ട് ഉമാമ എനിക്ക് ഹലാലാവൂലാണ്. അപ്പൊ ഈ സുഹൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു തആല അൻഹയെ ഇത്ഖ് ചൊല്ലിയപ്പോൾ ഇതൊരു നബിയാണെന്നോ ലോകരക്ഷകനാണെന്നോ പരലോകത്തിൻ്റെയും ദുന്യാവിൻ്റെയും സീതാണെന്നോ ഒന്നും അറിഞ്ഞിട്ടല്ല. എൻ്റെ അഞ്ചൻ്റെ പെട്ടെന്ന് മരിച്ചു പോയല്ലോ, അനുജന് ആ ചരിത്രം നിലനിർത്താൻ ഒരു ആൺകുട്ടി ജനിച്ചല്ലോ എന്ന സന്തോഷം മാത്രമേ അയാൾക്കുള്ളൂ. ആ സന്തോഷത്തിൻ്റെ പേരിൽ ഈ ഒരു അടിമ ഇത്ഖ് ചൊല്ലിയതല്ലാതെ പ്രായപൂർത്തിയെത്തി നബി തങ്ങൾ ദഅവത്ത് നടത്തിയ അന്ന് തൊട്ടിട്ട് ആദ്യമായി പ്രതിഷേധ ശബ്ദം ഉയർത്തിയ ആൾ അയാളാണ്. തബ്ബല്ലക അലിഹാദ ജമാഅത്തിന് അബൂജഹൽ പോലും അന്ന് അങ്ങനെ എതിർത്തിട്ടില്ല. ആദ്യം എതിർത്ത ആൾ അയാളാണ്. മാത്രവുമല്ല അബൂജഹലൊക്കെ നേതാവ് എന്നുള്ള ആൾക്ക് ആ നേതാവിന് യോജിക്കുന്ന ആൾക്കുള്ളൊരു എതിർപ്പുള്ളൂ. ഇയാൾ തനി ചെറ്റത്തരായിരുന്നു എഴുതിയിരുന്നത്. നബി തങ്ങൾ പോകുന്നതിൻ്റെ ഒക്കെ ബേക്ക് പോകും. ഇയാൾ കണ്ടാൽ അതിസുന്ദരൻ, മോത്തക്കാണ് നോക്കിയാൽ തീ കത്താ തോന്നുന്നു. അതുകൊണ്ട് അബൂലഹബ് എന്ന് പേര് തന്നെ ഒന്ന് കുറച്ചൊരു കോങ്കണ്ടുണ്ടായിരുന്നു വെച്ചാൽ അതിസുന്ദരനാണ്. നല്ല യോഗ്യനായ പ്രശസ്തനായ വ്യാപാരിയാണ്, എല്ലാവർക്കും അറിയാം. നബി തങ്ങൾ ഓരോ ഗോത്രത്തിൻ്റെ അടുക്കൽ പോയിട്ട് ദഅവത്ത് നടത്തി ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കഴിയുന്നവരെ ഇയാൾ ബേക്കലും ഉണ്ടാതെ അങ്ങനെ നിൽക്കും. നബി തങ്ങളൊക്കെ പറയൽ കഴിഞ്ഞാൽ പറയും, നോക്കിയാണ് നിങ്ങൾ കുടുങ്ങണ്ടട്ടോ, കുട്ടിക്ക് നല്ല സുഖമില്ല, എൻ്റെ അഞ്ചൻ്റെ കുട്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയാതെ പെടണ്ടെന്ന് എന്നിട്ട് ഞാൻ നടക്കുക. ആ കുട്ടിക്ക് മാനസികമായിട്ട് കുറച്ച് തകരാറാണ് പറയും. സ്വന്തം മൂത്താപ്പ പറ ഈ നിരക്ക് നബി തങ്ങൾ നടക്കണേൻ്റെ വഴിയിൽ മുഴുവൻ നടക്കുന്ന ഈ ജാതി ഒരു മനുഷ്യൻ അവസാനം കുരുപ്പ് കിട്ടി മരിച്ചു പോയതാ. അങ്ങനെയല്ലേ? അവനവൻ്റെ സമ്പത്തും ബലപ്പെടൂല, അവൻ്റെ മക്കളും ബലപ്പെടൂല. മരിച്ചിട്ട് മയ്യത്തെടുക്കാനാളില്ലാതെ കുരുപ്പ് മയ്യത്ത് നിറഞ്ഞിട്ട് അവസാനം 3 ദിവസം മരിച്ച മയ്യത്ത് വീട്ടിൽ കിടന്നിട്ട് ആൾക്കാർ പറയാൻ തുടങ്ങി, അബ്ദുൽ മുത്തലിബിൻ്റെ മോനാണ്, നാട്ടിലെ വലിയ നേതാവാണ്, മക്കളെ നിങ്ങൾക്ക് പോരാത്തരല്ലേ, അത് അയാളെ കുഴിച്ചിട്ടൂടെ എന്ന് ചോദിച്ചപ്പോൾ ഇവരെന്താക്കി, ഇയാൾ കിടക്കുന്ന ആ റൂമിൻ്റെ സൈഡിൽ വലിയൊരു കുണ്ടുത്തി, ആ കുണ്ടു കുത്തിയിട്ട് ദൂരത്തുനിന്ന് വലിയൊരു ദണ്ടെടുത്തിട്ട് കുത്തിയിട്ടേക്ക് ചാടിച്ച്, തൊടാൻ പഠിച്ചിട്ട് ഈ കുഴിയിലേക്ക് കുത്തിച്ചാടിച്ച്, എന്നിട്ട് ഈ ചുമര അതിൻ്റെ മോൾക്കാണ് പൊളിച്ചിട്ട് കബറ് കുഴിച്ച് മറമാടാൻ വരെ മക്കളുണ്ടാവൂല. ഇങ്ങനത്തെ അബൂലഹബ്. ആ അബൂലഹബിനെ പിന്നീട് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ഈ സംഭവം സ്വപ്നകഥയല്ല, ഇത് ഇമാം ബുഖാരി തൻ്റെ സഹീഹിൽ ഉദ്ധരിച്ച സംഭവമാണ്. പറയാണ് എങ്ങനെ എന്താണോ അവസ്ഥ എന്ന്. അനുജനാണല്ലോ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അനുജൻ ചോദിക്കുകയാണ് ഏട്ടൻ കാക്കാനോട്, അല്ല മൂപ്പരെ എന്താണ് അവസ്ഥ? ഞാൻ മരിച്ചു പോകുന്നതിന് ശേഷം ഒരു രക്ഷയില്ല, വളരെ വിഷമത്തിലാണ്. ഇല്ല അന്നഹു യുഖഫഫു അന്നി ഫീ മിഖ്ദാരി യൗമിൽ ഇത്നൈൻ. ഓരോ തിങ്കളാഴ്ചയുടെ സന്ദർഭം എത്തുമ്പോഴും എനിക്ക് ശിക്ഷയിൽ ചെറിയൊരു ലഘൂകരണം ലഭിക്കുന്നുണ്ട്. എൻ്റെ
കൈ ഇങ്ങനെ വെട്ടിയിട്ട് ഈ വിരലിൽ ചെറിയ ഒരു ദ്വാരമുണ്ട്, ആ ദിവസം അതിൽ നിന്നിട്ട് എനിക്ക് ശുദ്ധജലം കുടിക്കാൻ കിട്ടും. തിങ്കളാഴ്ച വരുമ്പം ശിക്ഷയ്ക്ക് ചെറിയൊരു ലഘൂകരണവും അന്ന് കുടിക്കാൻ ശുദ്ധജലം വിരൽ തുമ്പിൽ നിന്നിട്ടും കിട്ടുമെന്ന് ഇയാള് സ്വപ്നത്തിലാണെങ്കിലും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച് പിന്നീട് പറയുക, ആ പറഞ്ഞ സംഭവം സഹീഹായ സനദിലൂടെ വന്നതുകൊണ്ട് ഇമാം ബുഖാരി തൻ്റെ സഹീഹിൽ പറഞ്ഞ സംഭവമാണ്. അപ്പോ ഇത്രയും കടുത്ത ശത്രുവായ മുശ്രിക്കിന് പോലും അത് നബിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, ഒരു കുട്ടി അനുജന്റെ കുട്ടി എന്നുള്ള ആൾക്കാണ്. പക്ഷേ ഭാഗ്യത്തിന് അത് അനുജന്റെ കുട്ടി അള്ളാഹുവിന്റെ റസൂൽ ആയിപ്പോയി എന്നതുകൊണ്ട് അയാൾക്ക് തന്നെ ശിക്ഷയിൽ ലഘൂകരണവും സുഖമായി വെള്ളം കുടിക്കാൻ ഒരു ദിവസമെങ്കിലും സൗകര്യം കിട്ടുന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളായ ആളുകൾ ആ ദിവസം സന്തോഷിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ന് തുടങ്ങിയിട്ട് ശംസുദ്ദീൻ ഷാമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്. അത് ഇമാം ഖസ്സലാനി ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ ആ സംഭവം ധരിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസം ഉമ്മൈമൻ റളിയല്ലാഹു തആല അൻഹുവിനെ മല പിടിച്ചു. ചുരുക്കം നീട്ടുന്നില്ല. ബാക്കി ഒരു 12 ദിവസത്തോളം മഹദിയായിരിക്കുന്ന ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയും മല പിടിച്ചു. 15 ദിവസം പൂർത്തിയായതിൻ്റെ ശേഷമാണ് അറബികൾക്ക്, ഉന്നത തറവാടികളായ ആളുകൾക്കുണ്ടായിരുന്ന ഒരു അടപ്പ്, പട്ടണ നിവാസികൾ കുഞ്ഞ് ജനിച്ചാൽ നാട്ടിൽ ഉമ്മ മുല കൊടുക്കുന്ന സമ്പ്രദായം കുറവാണ്. തുടക്കം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഉമ്മ മുല കൊടുത്താൽ വല്ല ദൂരദിക്കിലുള്ള ഗ്രാമീണരായ സ്ത്രീകളെ വരുത്തിച്ചിട്ട് അവരെ അടുത്ത് കൊടുത്തയക്കും. എന്നിട്ട് കുട്ടി മുലകൂടി മാറി നന്നായി സംസാരിക്കാനും അതുപോലെ തന്നെ സ്വന്തത്തിന് ഓടാനും ചാടാനും ഒക്കെയുള്ള പ്രായമാവുന്നത് വരെ ഗ്രാമങ്ങളിൽ വളർത്തും. അതിൻ്റെ അവരുടെ പ്രധാന ലക്ഷ്യം, ടൗണുകളിൽ നിന്നും അന്തരീക്ഷ മലിനീകരണം കൂടുതലാണ്. കുട്ടികളുടെ ആരോഗ്യപരമായ വളർച്ചയ്ക്ക് എപ്പോഴും ഗ്രാമപ്രദേശങ്ങളാണ് ഉത്തമം. ഒരു ലക്ഷ്യം അതാണ്, കുട്ടിയുടെ ആരോഗ്യപരമായ വളർച്ച. മറ്റൊന്ന്, പട്ടണങ്ങളിൽ എല്ലാ രാജ്യക്കാരും വരുന്ന സ്ഥലങ്ങളാണ്, പ്രത്യേകിച്ച് മക്ക. അതുകൊണ്ട് തന്നെ ഭാഷാശുദ്ധി കളങ്കപ്പെടും. വിവിധ ഭാഷക്കാരുമായി ഇടപഴകി സംസാരിക്കുമ്പോൾ ശുദ്ധമായ ഭാഷ അറബി കേടുവരും. ഭാഷ മറ്റൊരു ഭാഷ കൂടിക്കലർന്ന സ്വാധീനം ഉണ്ടാവും. അതില്ലാത്ത ഒറ്റപ്പെട്ട ഗ്രാമപ്രദേശങ്ങളിലായാൽ നല്ല ശുദ്ധമായ അറബി ആയിരിക്കും. അതുകൊണ്ടാണ് അറബിയുടെ നഹ്വ് സർഫിൻ്റെയും ലോത്തിൻ്റെയും ഉലമാക്കൾ എപ്പോഴും ഗ്രാമീണരെ സമീപിച്ചിട്ടാണ് അറബി മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ അറബി പ്രകൃതിപരമായ ഒറിജിനൽ അറബി ആയിരിക്കും. അപ്പോൾ ശുദ്ധ ഭാഷ പഠിക്കലും ആരോഗ്യകരമായ വളർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ അയക്കരുത്. അങ്ങനെ അക്കൊല്ലം 10 സ്ത്രീകൾ ബനൂ സായിദിൽ നിന്ന് വരികയുണ്ടായി. ബനൂ സായിദ് പ്രസിദ്ധമായ പ്രദേശമാണ്. ത്വായിഫിൽ നിന്നിട്ട് ഏകദേശം 130 കിലോമീറ്റർ അപ്പുറം ഇന്നും അത് അതേ നിലക്ക് ഗ്രാമമായിട്ട് കിടക്കുക. ഒരു താറിട്ട റോഡ് പോലും ഇപ്പോഴും അവിടേക്കില്ല. കട്ടറോട്ട് കൂടെ ഈ ഐലക്സ് വണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ ചാടി കടന്നെത്തും എന്നതൊഴിച്ചാൽ ഒട്ടകപ്പുറത്തോ അതല്ലെങ്കിൽ കഴുതപ്പുറത്തോ പോകണം അങ്ങോട്ട്. അല്ലെങ്കിൽ ഈ ഐലക്സ് വണ്ടിക്ക് കാറും അതും ഇതൊന്നും പോകാനുള്ള റോഡ് ഇപ്പോഴും ആയിട്ടില്ല. തികച്ചും ആ ഗ്രാമീണത നിലനിർത്തുകയും പഴയ വീടിൻ്റെ സ്മാരകവും പഴയ കിണറിൻ്റെ സ്മാരകവും ഒക്കെ നിലനിർത്തുകയും അവിടെ നിന്ന് തണലിന് കടന്നിരുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമൊക്കെ ഇപ്പോഴും സുരക്ഷിതമായി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ പോകാനായിക്കണില്ല. കാരണം നടക്കണോടത്തൊക്കെ ശിർക്ക് ഇങ്ങനെ നോക്കി നടക്കുക, ആ ബാലറ്റ് പിടിച്ചാൽ നടക്കുന്ന പണിയാണ് ഈ മുത്തവന്മാർക്ക്. അതുകൊണ്ട് നമ്മൾ മുശ്രിക്കാവുമല്ലോ എന്നുള്ള നിലക്ക് ഇപ്പോൾ അവിടെ പോകാനായിക്കണില്ല. കുറച്ചായിട്ട് നമ്മളാൾക്കാരൊക്കെ പോയി ഇപ്പം മുടക്കിന്ന്. ഏതായാലും ഈ 10 ആളുകളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹരീമത്തു സഅദിയ റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെയുള്ള 10 അംഗ സംഘം വന്നു. അതിനൊരു നീണ്ട പരമ്പരയാണ്. അതും വിശദീകരിച്ച് പറയാൻ കഴിയില്ലെങ്കിലും നബി തങ്ങളെ ഏറ്റെടുത്തിടം മുതൽ തിരിച്ചു കൊടുക്കുന്നത് വരെ 4-ാമത്തെ വയസ്സിലാണ് തിരിച്ചു കൊടുക്കുന്നത്. അത്ഭുതങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഹലീമ ബീവിക്കും കുടുംബത്തിനും അനുഭവപ്പെട്ടത്. അതുകൂടി ഇപ്പോൾ പറഞ്ഞ സമയം എന്നോടും ഞാൻ ചുരുക്കി ചില കാര്യങ്ങൾ നാളെ ഉണ്ടാവില്ല, നാളെ
റബീഉൽ അവ്വൽ 12 ആയതുകൊണ്ട് എല്ലാ മഹല്ലുകളിലും മദ്രസകളിലും മറ്റും പള്ളികളിലും ഒക്കെ പരിപാടി നടക്കുകയാണ്. ഞങ്ങൾക്കും അങ്ങനെ തന്നെ. അപ്പം അതുകൊണ്ട് നാളെ എത്താൻ കഴിയില്ല. അപ്പം നാളെ ഉണ്ടാവില്ല. പിന്നെ സൗകര്യപ്പെടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തുടർന്ന് പറയാം. ഏതായാലും നമ്മളൊരു കാര്യം അറിയാത്തത് ഏതെങ്കിലും മൗലവിമാർ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ബേജാറാകാൻ പോകണ്ട. ഇതിനെ പറ്റി പശ്ചാത്തലവും ചരിത്രവും പഠിച്ചവരോട് അന്വേഷിച്ചാൽ പൂർവികരായ അയിമ്മത്ത്, ഇസ്ലാം ലോകത്ത് കൈമാറിയ പണ്ഡിതന്മാർ അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ എന്ത് പറഞ്ഞു എന്ന് വിശദമായി പഠിച്ച് എന്നിട്ട് വിധി പറയുന്നതാണ് നല്ലത്. അന്നാസു അഅദാഉ ജഹിലു എന്നൊരു ആപ്തവാക്യമുണ്ട്. അറിവില്ലാത്തതിൻ്റെ ശത്രുക്കളാണ് മനുഷ്യർ. അറിയാത്തതിനൊക്കെ തെറ്റായിട്ടും കുറ്റമായിട്ടും കാണുക അത് ശരിയായ പ്രവണതയല്ല. അറിവില്ലാത്തവൻ അധികം അറിയുവാൻ കൊതിയുള്ള ലോകരെ അറിവാക്കന്മാരോട് ചോദിച്ചു കൊൾവീരേ എന്ന് പറഞ്ഞതാ. എനിക്കധികം ഇതിനെപ്പറ്റി അറിയില്ല, കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ചോദിച്ചറിഞ്ഞോളം. എന്തു പറഞ്ഞു? പൊയ്യെന്ന് ചൊല്ലാതെ എന്നറിഞ്ഞില്ലേ? അറിയാത്ത കൂട്ടർ പറഞ്ഞ ഒക്കെ ശരിയല്ല, തെറ്റാണ്, അബദ്ധാണ് എന്ന് പറയരുത്. പൊയ്യെന്ന് ചൊല്ലരുത്, മറിച്ച് അധികം അറിയുവാൻ കൊതിയുള്ള ലോകരെ അറിവാക്കന്മാരോട് ചോദിച്ചു കൊൾവീരേ. ഒരു കാര്യം അറിയില്ലെങ്കിൽ അത് തെറ്റാണ്, ശരിയല്ല എന്നല്ല പറയേണ്ടത്. കൂടുതൽ അറിവുള്ളവരോട് ചോദിക്കുക, എന്നിട്ട് പഠിക്കുക. ഇതിലൊന്നും ഒരു തെറ്റായതോ അബദ്ധമായതോ നമ്മളാരെങ്കിലും എഴുതിയുണ്ടാക്കിയോ അതല്ല. അടിസ്ഥാനമായ ചരിത്രം ഇതൊക്കെ വിശദമായിട്ട് പറയാൻ പറ്റിയാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വളരെ കുറവാണെന്നാ പറയാം. നമ്മൾ ചെയ്യുന്നത് കയറേണ്ടതല്ല, നമ്മൾ ഒരുപാട് ഇപ്പോഴും ബേക്കിലാണ്. ഏതായാലും അല്ലാഹു തആല പഠിക്കാനും മനസ്സിലാക്കാനും പരമാവധി ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب.